US ഫെഡ് ചെയർമാൻ ജെറോം പവലിനെ അമേരിക്കൻ പ്രസിഡന്റ് ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കിയേക്കും എന്ന് ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് വളരെ വോളറ്റൈലായിരുന്നു. അതേസമയം ജെറോം പവലിനെ നീക്കാൻ തൽക്കാലം പ്ലാനില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിനെ തുടർന്ന് S&P 0.32, നാസ്ഡാക്ക് 0.26, ഡോ ജോൺസ് 0.53% ഉയരുകയും ചെയ്തു. ജെറോം പവലിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കാനുള്ള ഒരു തന്ത്രമാണ് ഡൊണാൾഡ് ട്രംപ് പ്രയോഗിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി ജെറോം പവലിനെ മാറ്റും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് ഫ്രീക്വൻ്റായി മാർക്കറ്റിൽ പ്രകടവുമാണ്. ഇതേ തുടർന്ന് അമേരിക്കൻ മാർക്കറ്റ് വോളറ്റൈലായെങ്കിലും ജെറോം പവലിനെ മാറ്റില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മാർക്കറ്റിൽ റിക്കവറി വരികയും ചെയ്തു. അതേസമയം ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് പദ്ധതികൾ മൂലമാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വൈകുന്നത് എന്ന് ജെറോം പവൽ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ CPI ഡേറ്റയും മെയ് മാസത്തെ ഇൻഫ്ലേഷനേക്കാൾ ഉയർന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ പ്രതികൂലമായി ബാധിച്ചേക്കും എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റുകളും മാർക്കറ്റിൽ പ്രകടമാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 25,200 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. 25,255 വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ്. 25,255 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 25,400, 480 തുടങ്ങിയ റേഞ്ചുകളിലേക്കുള്ള റാലി നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതേസമയം 25,100 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടാണ്. 25,100 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൽ പോസിറ്റീവ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്ന കമ്പനികളാണ്. ആക്സിസ് ബാങ്ക്, വിപ്രോ, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, LTI മൈൻഡറി, HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അലോക് ഇൻഡസ്ട്രീസ്, സിയാറ്റ് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യ ഹോട്ടൽസ്, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സൺടെക് റിയാലിറ്റി, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. കൂടാതെ ടെക് മഹീന്ദ്ര കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടിരുന്നു. ടെക് മഹീന്ദ്രയുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. ടെക് മഹീന്ദ്രയുടെ നെറ്റ് പ്രോഫിറ്റ് 34% വർദ്ധിച്ച് 881 കോടിയിൽ നിന്നും 1,140 കോടിയിലേക്കെത്തി. റവന്യൂ 2.7% വർദ്ധിച്ച് 13,005 കോടിയിൽ നിന്നും 13,381 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 34% വർദ്ധിച്ച് 1,102 കോടിയിൽ നിന്നും 1,477 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ അതർ ഇൻകത്തിൽ 50% വർധനവുണ്ടായി. കൂടാതെ $809 മില്യൺ പുതിയ ഡീലുകൾ കമ്പനി നേടുകയും ചെയ്തു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാളും ഉയർന്നതാണ്. ഏഞ്ചൽ വണ്ണിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് 61% ഇടിഞ്ഞ് 292 കോടിയിൽ നിന്നും 114 കോടിയിലേക്കെത്തി. റവന്യൂ 18% ഇടിഞ്ഞ് 1,405 കോടിയിൽ നിന്നും 1,140 കോടിയിലേക്കെത്തി. LTTSൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഏറെക്കുറെ ഫ്ലാറ്റാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് 0.7% ഉയർന്ന് 313 കോടിയിൽ നിന്നും 315 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 16% വർദ്ധിച്ച് 2,461 നിന്നും 2,866 കോടിയിലേക്കെത്തി. മാർജിൻ 15.6 നിന്നും 13.3 ഇടിഞ്ഞത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. GMR എയർപോർട്ട് എന്ന കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. പാസഞ്ചർ ട്രാഫിക് 0.9% വർദ്ധിച്ച് 97.93 ലക്ഷമായി മാറി. ഡൊമസ്റ്റിക് പാസഞ്ചർ ട്രാഫിക്കിൽ 2.9% വർധനവും ഇന്റർനാഷണൽ പാസഞ്ചർ ട്രാഫിക്കിൽ 4.6% വർധനവും ഉണ്ടായി. ഇന്ന് ഓട്ടോമൊബൈൽ സെക്ടറിലെ മാരുതി സുസുക്കി എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. എർട്ടിഗ, ബെലിനോ തുടങ്ങിയ മാരുതി സുസുക്കിയുടെ പ്രമുഖ പാസഞ്ചർ വെഹിക്കിൾ കാറുകളിൽ 6 എയർ ബാഗ് സ്റ്റാൻഡർഡൈസേഷൻ നടത്താൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കമ്പനികളുടെ ഷോറൂം പ്രൈസിൽ 1.4% വരെ വർധനവുണ്ടായേക്കും. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ QIP വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 811 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ഷെയറുകൾ വിറ്റഴിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേത് JSW എനർജി എന്ന സ്റ്റോക്കാണ്. JSW ഹൈഡ്രോ എനർജി എന്ന JSW എനർജിയുടെ സബ്സിഡറി കമ്പനിക്ക് ഹിമാചൽ പ്രദേശിന് 18% പവർ നൽകാനുള്ള തീരുമാനത്തെ, ഫ്രീ ഓഫ് കോസ്റ്റ് പവർ നൽകാനുള്ള തീരുമാനത്തെ സുപ്രീം കോർട്ട് ഹെൽഡ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ JSW എനർജി എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.